Hi friends, welcome back to my channel. Cadets finally 2025 നോട്ടിഫിക്കേഷൻ വന്ന BSF ട്രേഡ്സ്മാന്റെ ഫിസിക്കലിന്റെ റിസൾട്ട് ഔട്ടായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. BSF ട്രേഡ്സ്മാന്റെ നോട്ടിഫിക്കേഷൻ വന്ന 2025 2025 തന്നെയായിരുന്നു ഇതിന്റെ ഫിസിക്കലും സ്റ്റാർട്ട് ആയത്. ഫിസിക്കൽ കഴിഞ്ഞപ്പോൾ തന്നെ മിക്ക കുട്ടികൾക്കും മനസ്സിലായി കാണും ഫിസിക്കൽ പാസ്സായോ അതോ ഫെയിൽ ആയോ എന്ന്. പക്ഷേ എന്നാലും BSF എന്താണ് ചെയ്തിരിക്കുന്നത്, ഫിസിക്കലിന്റെ റിസൾട്ട് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവരുടെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ എക്സാം ആണ്. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. റിട്ടേൺ എക്സാം എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്, സെലക്ഷൻ പ്രോസസ്സ് എന്താണ്, എക്സാം ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത്, പാസ്സായ എല്ലാ കുട്ടികളും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ടോട്ടൽ എത്ര കുട്ടികളാണ് പാസ്സായിരിക്കുന്നത്, വേക്കൻസി എത്രയായിരുന്നു, ഈ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും തീർച്ചയായിട്ടും ഇതേ രീതിയിലുള്ള വീഡിയോസ് എത്തിയിരിക്കണം. എന്നാലേ മിക്ക കുട്ടികൾക്കും ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്നലെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാവുന്നതാണ്. 9th ജൂണിന് ഇവർ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തോടെ ഈ ഒരു നോട്ടീസ് ഔട്ടായിരുന്നു പ്രോപ്പറായിട്ട്. ഇതിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എത്ര കുട്ടികളാണ് ഫിസിക്കൽ പാസ്സായിരിക്കുന്നത് എന്നതിനെക്കുറിച്ച്. നോക്കൂ കുട്ടികളെ, ടോട്ടൽ പാസ്സായ കേഡറ്റ്സ് ആണ് 1,81,143 കേഡറ്റ്സ് ആണ് ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. പിന്നെ ഈ ഒരു ലിസ്റ്റിൻ്റെ ഫുൾ PDF വേണമെന്ന് ആവശ്യമുള്ളവർ ആന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഫുൾ PDF ലഭിക്കുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങളുടെ റോൾ നമ്പർ ചെക്ക് ചെയ്യുക. ആ റോൾ നമ്പറിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റോൾ നമ്പർ ലിസ്റ്റിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫിസിക്കൽ പാസ്സായ ഒരു കേഡറ്റാണ്, നിങ്ങളുടെ റോൾ നമ്പർ ആ ഒരു ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ BSF സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് BSFിലെ സെൻറ്ററിലുള്ള ആ ഓരോ ഓഫീസേഴ്സ് അതോറിറ്റിയും നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ലിസ്റ്റിൽ പേരില്ലാത്തവർ എല്ലാവരും തന്നെ BSF സെൻറ്ററിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അതായത് ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, സാർ ഞാൻ ഫിസിക്കൽ പാസ്സായതാണ്, പക്ഷേ BSFിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ ഇതേ കണക്ക് ഫിസിക്കൽ റിസൾട്ട് വരുമ്പോൾ അതിനകത്ത് പേരില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്, ഏത് സെൻറ്ററാണോ റിസൾട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തിരിക്കണം. അതിനനുസരിച്ചുള്ള സ്റ്റെപ്പും അടുത്ത പ്രോസസ്സും എല്ലാം അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ലിസ്റ്റ് ചെക്ക് ചെയ്യേണ്ടവർ ഉടനെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ്. നോക്കൂ കുട്ടികളെ, BSF ട്രേഡ്സ്മാൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന മുതലുള്ള കാര്യം പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയത് 25 ജൂലൈ 2025 ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് ആയിരുന്നു. ദാറ്റ് മീൻസ് 23 ആഗസ്റ്റ്. PET ആൻഡ് PST സ്റ്റാർട്ട് ആയത് ഡിസംബർ മുതലാണ്. PET ആൻഡ് PST അഡ്മിറ്റ് കാർഡ് വന്നു തുടങ്ങിയത് 12th ഡിസംബറിനായിരുന്നു. ഇനി മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്സാം എപ്പോഴായിരിക്കും. ഈ PET ആൻഡ് PSTയുടെ റിസൾട്ട് വന്നതോ 10th ജൂണിനാണ് ഒഫീഷ്യലായിട്ട് സൈറ്റിൽ നമുക്ക് ലഭിച്ചത്. അപ്പോൾ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കും മിക്ക കുട്ടികളുടെ ഡൗട്ടാണ്. കുട്ടികളെ നോക്കുക, 2024 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇനി പെൻഡിങ് ആയിട്ടുള്ള എക്സാമാണ് BSF HCM ആൻഡ് ASI, BSF RORM, അതേപോലെ തന്നെ BSF ട്രേഡ്സ്മാൻ. ഇതിൻ്റെ എല്ലാം എക്സാം ബാക്കിയാണ്. അതേപോലെ തന്നെ ഈ എല്ലാ ട്രേഡിൻ്റെയും ഫിസിക്കലി കണ്ടക്ട് ചെയ്ത ആരായിരുന്നു? BSF ആയിരുന്നു. ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവിടെ റെസ്പോൺസിബിലിറ്റി ഓൺലി ഫിസിക്കലിന് BSFിനാണ്. പക്ഷേ എക്സാം കണ്ടക്ട് ചെയ്യാനായിട്ട് BSF എന്താണ് ചെയ്യുന്നത്? വേറൊരു കമ്പനിയാണ് ഹയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും എന്തായാലും അടുത്തൊരു കമ്പനിയെ ഹയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ടൈം എടുക്കും. അല്ലെങ്കിൽ എന്താണ് ഇവരിവിടെ ചെയ്യാൻ പോകുന്നത്? BSF HCM ആൻഡ് ASIയുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്ന എഡ്സിൽ കമ്പനി ആയിരിക്കും. ചിലപ്പോൾ ആ കമ്പനി തന്നെ നിങ്ങളുടെയും എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒഫീഷ്യലായിട്ട് അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാം ഡേറ്റിനെ കുറിച്ച് ഒരു എക്സ്പെക്റ്റഡ് ഐഡിയ പറയുകയാണെങ്കിൽ ഇനി എന്തായാലും 3 to 4 മന്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും. മിനിമം 3 മാസം, മാക്സിമം 4 മാസം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ സ്റ്റഡി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന്. മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ടോട്ടൽ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ടോട്ടൽ വേക്കൻസി 3588 ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട പോയിൻ്റാണ്, ഇപ്പോൾ നിങ്ങളുടെ എന്താണ് കഴിഞ്ഞിരിക്കുന്നത്? ഫിസിക്കലി കഴിഞ്ഞു. നെക്സ്റ്റ് റിട്ടേൺ എക്സാം ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ട്, പിന്നെ DV ഉണ്ട്, മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. ഇതാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഫേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എത്ര മാർക്കാണോ സ്കോർ ചെയ്യുന്നത് അതനുസരിച്ച് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, സെലക്ഷൻ പ്രോസസ്സിനകത്തുള്ള ഈ ഒരു റിട്ടേൺ എക്സാമിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് കവർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. നോക്കൂ കുട്ടികളെ, ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ്
25 ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് 25 ക്വസ്റ്റ്യൻ, റീസണിങ് 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. 100 മാർക്സ് നിങ്ങൾക്ക് അവിടെ 2 മണിക്കൂർ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഉടനെ തന്നെ എക്സാമിന് വേണ്ടി പഠിച്ച് തുടങ്ങിക്കോളും. അപ്പോൾ ഇതിന് എങ്ങനെ പഠിക്കണമെന്ന് മിക്ക കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ, ചില കുട്ടികൾ ആൾറെഡി ഇപ്പോൾ SSCGD പഠിച്ചങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. അവർക്ക് ഇനി പുതിയതായിട്ട് എങ്ങും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം അതേ സിലബസ് അതേ പാറ്റേൺ അങ്ങ് പഠിച്ചു പോയാൽ മതി. മനസ്സിലായ കുട്ടികളെ? പിന്നെ ആർമിക്ക് പഠിച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. കാരണം ആർമിയുടെ സിലബസും നേവിയുടെ സിലബസും എയർഫോഴ്സിൻ്റെ സിലബസും എല്ലാം ഡിഫറൻ്റ് ആണ്. അപ്പോൾ SSCGDയുടെ റെക്കോർഡഡ് ക്ലാസ് വേണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ SSCGDയുടെ നമ്മൾ പുതിയ ബാച്ചും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ജൂൺ 15 മുതൽ. ആ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഈ BSF ട്രേഡ്സ്മാന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഫീസ് 2950 ആണ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. ബെസ്റ്റ് SSC ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളായിരിക്കും ലഭിക്കാൻ പോകുന്നത്. ഡെയിലി ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സും ലഭിക്കുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽ, അതേപോലെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ്സുകൾ, 150 മോക്ക് ടെസ്റ്റ്, ഫിസിക്കൽ ട്രെയിനിങ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ SSCGD പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ബാക്കി എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ BSF ട്രേഡ്സ്മാൻ്റെ ഫിസിക്കൽ പാസ്സായ ഒരു കേഡറ്റ് ആണെങ്കിൽ, ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്ന കേഡറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. നെക്സ്റ്റ് 3 to 4 മന്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ എല്ലാ സിലബസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ജോയിൻ ചെയ്യുക. അടുത്ത SSCGD തിരഞ്ഞെടുക്കുന്ന കേഡറ്റ് ആണെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 15 മുതലാണ്. എന്നാണ് കുട്ടികളെ? ജൂൺ 15 മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും അറിയാൻ ANA ഡിഫൻസ് അക്കാഡമി വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ എല്ലാവർക്കും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ തന്നെ അക്കാഡമിയിലെ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് ആണെങ്കിലും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും എത്തിയിരിക്കണം. കാരണം BSF ട്രേഡ്സ്മാൻ എന്നൊരു ജോലിക്ക് തിരഞ്ഞെടുക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. മിക്ക കുട്ടികൾക്കും കറക്റ്റായിട്ട് ഒരു ഗൈഡ് ലൈനും കറക്റ്റായിട്ട് ക്ലാസ്സുകളും ലഭിക്കാറില്ല. വളരെ കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 2950 രൂപയാണ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഫുൾ ക്ലാസ്സും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.